കോഴിക്കോട് അരീക്കോട് കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീണു. റെയിൽവേ ട്രാക്കിലേക്കാണ് 3 മരങ്ങൾ കടപുഴകി വീണത്. സമീപത്തെ വീടിന്റെ മേൽക്കൂര പാകിയ ഷീറ്റും റെയിൽവേ ട്രാക്കിലേക്ക് പറന്നു വീണു. റെയിൽവേ ട്രാക്കിന്റെ വൈദ്യുതി ലൈൻ തകർന്നു വീണതോടെ ട്രെയിൻ സർവീസ് നിർത്തിവെച്ചു. കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, ഇപ്പോൾ ഈ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? രോഹിണി, ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ട്രാക്കിലേക്ക് വീണ മരം മുറിച്ചു മാറ്റാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് അടക്കമുള്ള സംഘങ്ങൾ അവിടെ എത്തി ഈ മരം ട്രാക്കിൽ നിന്ന് എടുത്തു മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കല്ലായി ഫറോക്ക് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ അരീക്കോട് മേഖലയിലാണ് ഈ കനത്ത കാറ്റിൽ ട്രാക്കിലേക്ക് മരങ്ങൾ കടപുഴകി വീണത്. 3 മരങ്ങളാണ് ശക്തമായ കാറ്റിൽ ട്രാക്കിലേക്ക് വീണത്. സമീപത്തെ വീടിന് മേൽക്കൂരയിലേക്ക് പാകിയ ഷീറ്റിലേക്ക് നിലം പതിക്കുകയും പിന്നീട് ട്രാക്കിലേക്ക് വീഴുകയുമായിരുന്നു. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് 1 മണിക്കൂറോളമായി ഇത്തരത്തിൽ പിടിച്ചിട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസ് കല്ലായിലും കണ്ണൂർ ഷൊർണൂർ മെമു കോഴിക്കോട് നേരെ നിരമായി പിടിച്ചിട്ടിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം ഈ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കുവാൻ കഴിഞ്ഞുവെന്ന പ്രതീക്ഷയിലാണ് അധികൃതരുള്ളത്. രോഹിണി.